വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. വിളയൂർ കൂരാച്ചിപ്പടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ രണ്ടാമത്തെ ഡോക്ടർ ചുമതലയേറ്റു. വിളയൂരിലെ ജനങ്ങളുടെ വളരെ കാലത്തെ ആവശ്യമാണ് പുതിയ ഡോക്ടർ ചുമതലയേറ്റതിലൂടെ യാഥാർത്ഥ്യമായത്. വിളയൂരിലെ ജനങ്ങളുടെ വളരെ കാലത്തെ ആവശ്യമായിരുന്നു കൂരാച്ചിപ്പടി സർക്കാർ ആശുപത്രിയിലെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നത്. പുതിയ ഭരണസമിതി അധികാരമേറ്റ ഉടനെ തന്നെ ലാബ് തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ ലഭ്യമാക്കി. ആശുപത്രിയിലെത്തുന്ന രോഗികൾ നേരിട്ടിരുന്ന മറ്റൊരു പ്രശ്നം ഡോക്ടർ ലീവാകുന്നതായിരുന്നു. ആകെയുണ്ടായിരുന്ന ഒരു മെഡിക്കൽ ഓഫീസർക്ക് ഔദ്യോഗിക കൃത്യനിർവഹണങ്ങളുടെ ഭാഗമായി പരിശോധനയ്ക്കിരിക്കാൻ കഴിയാതെ വന്നിരുന്നതാണ് ഇതിന് കാരണം. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്നത് പ്രധാന ആവശ്യമായി ഉയരുകയായിരുന്നു. ഈ ആവശ്യത്തിനാണിപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി പരിഹാരം കണ്ടിരിക്കുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസറെ പലതവണ ചെന്ന് കാണുകയും ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. വിഷയത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ട് ഡോക്ടറുടെ സേവനം ഉറപ്പു നൽകി. നേരത്തെ ഈ ആശുപത്രിയിൽ സേവനം ചെയ്തിരുന്ന ഡോക്ടർ മൊയ്തീൻ വെള്ളിയാഴ്ച ആശുപത്രിയിലെത്തി ചുമതല ഏറ്റെടുത്തു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ, വൈസ് പ്രസിഡന്റ് മുബഷിറ സാബിർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹുസൈൻ കണ്ടേങ്കാവ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മയിൽ വിളയൂർ, മെമ്പർമാരായ SP റിയാസ്, അലി അപ്പത്തിങ്കാട്ടിൽ, അമൃത വാസുദേവൻ, HMC അംഗങ്ങളായ A സജീവ് കുമാർ, OT സലാം, ദാമോദരൻ, റഫീഖ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഡോക്ടർക്ക് സ്വീകരണം നൽകി. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ വിളയൂരിലെ ജനങ്ങള് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് നമ്മുടെ ആശുപത്രിയിൽ ഒരു അഡീഷണൽ ഡോക്ടറും കൂടി വേണമെന്ന് ആഗ്രഹിച്ചു. പലപ്പോഴും നമ്മുടെ ആശുപത്രിയിലത്തെ ഒരു മെഡിക്കൽ ഓഫീസറുള്ളത്, അപ്പോൾ അവർക്ക് പലപ്പോഴും കുത്തിവയ്പ്പായിട്ടും അതുപോലെ തന്നെ മീറ്റിങ്ങുകളുമായിട്ടും ഒക്കെ മിക്കവാറും പുറത്താവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പകുതിയോളം ദിവസങ്ങൾ ഡോക്ടർ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. കാലങ്ങളായിട്ട് നമ്മുടെ PHCയുടെ അവസ്ഥ അതാണ്. അതിനൊരു മാറ്റം വേണം എന്ന് ഭരണസമിതി അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ ആഗ്രഹിച്ചു. അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ജില്ലാ മെഡിക്കൽ ഓഫീസുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു വർക്ക് അറേഞ്ച്മെൻറ്റിൽ നമുക്കൊരു ഡോക്ടറെ മെഡിക്കൽ ഓഫീസറെ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ഡോക്ടർ മൊയ്തീൻ അവർ മുൻപ് നമ്മുടെ മെഡിക്കൽ ഓഫീസറായിട്ട് ഈ PHCയിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിളയൂരിലെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ അതും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്തായാലും ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഈ ഒരു സൗകര്യം നമ്മുടെ വിളയൂരിലെ ജനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് കാലമായിട്ടുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ലാബ്. അത് നമ്മുടെ പുതിയ ഭരണസമിതി അധികാരത്തിലേറ്റ ഉടനെ തന്നെ ലാബുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ലാബിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നത് പല സമയങ്ങളിലും നമ്മുടെ മെഡിക്കൽ ഓഫീസർ അവരുടെ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി പലപ്പോഴും ഹോസ്പിറ്റലിൽ ഇല്ലാതെ വരുമ്പോൾ ആളുകൾ വേറെ പ്രയാസപ്പെട്ടിരുന്നു. അതിന് നിർബന്ധമായും പരിഹാരം ഉണ്ടാക്കണം എന്ന് ഭരണസമിതി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ DMO ഉൾപ്പെടെയുള്ളവരെ പോയി കണ്ട് അഡീഷണലായി ഒരു ഡോക്ടറെ കൂടി നമ്മുടെ ആശുപത്രിക്ക് വേണ്ടി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ 9 മണി മുതൽ 1 മണി വരെയൊക്കെയാണ് ആശുപത്രി സമയം ഉണ്ടായിരുന്നത്. 1 മണിക്കൂർ കൂടി അധിക സേവനം ജനങ്ങൾക്ക് കിട്ടുന്ന തരത്തിൽ നമ്മുടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്ന ബോധ്യം ഭരണസമിതിക്കുണ്ട്. അതും ഭാവിയിൽ ചെയ്യും. ജനങ്ങളെല്ലാവരും ഇവിടുത്തെ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഈ ആശുപത്രി പ്രവർത്തന സമയത്ത് വന്ന് ഡോക്ടർമാരെ കാണാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ലാബിൻ്റെ സൗകര്യങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്ക് ആവശ്യമായതൊക്കെ ചെയ്തു തരുന്നതിന് വേണ്ടി ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്.